ഹലോ ഗായ്സ്, ഇറ്റ്സ് മിഷൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ലോകം വന്നതിടെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സൗദിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഉപ്പാൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അപ്പം ആ ഫ്ലൈറ്റിൻ്റെ അടുക്കലുണ്ടായ നമുക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവം ഉണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. അപ്പം നമുക്ക് നേരെ ഡെൽറ്റ് എടുക്കാം. വീഡിയോ കിടക്കുന്നതെന്ന് വെച്ചാൽ ആദ്യമേക്ക് ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പം നമുക്ക് നേരെ ഡെൽറ്റ് എടുക്കാം. അപ്പം നമ്മൾ കണ്ണൂരാണ്. നമ്മൾ കോഴിക്കോടാണ് ഫ്ലൈറ്റ് കയറാൻ പോകുന്നത്. നമ്മൾ ഫ്ലൈറ്റ് വരുന്നത് പുലർച്ചയ്ക്ക് 4 മണിക്കാണ്. അപ്പോൾ നമ്മൾ 10 മണിക്കൂർ മുമ്പേ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ വിട്ടിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ബ്ലോക്കോ അങ്ങനെ ആയാൽ നമ്മുടെ ഫ്ലൈറ്റ് മിസ്സാവും. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ വിട്ടത്. അപ്പോൾ നമുക്ക് ബോർഡിംഗ് പാസ്സെല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ എത്തിയതുകൊണ്ട് നമ്മൾ കുറച്ച് സമയം നിൽക്കണം. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് വരുന്ന സ്ഥലത്ത് പോയിട്ട് കുറേ സമയം അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ 4:10 ഫ്ലൈറ്റ്. അപ്പം 4:10 ഫ്ലൈറ്റിൽ ഇവർ കയറാൻ വേണ്ടി 4:10 തന്നെയാണ് വിളിക്കുന്നത്. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റെല്ലാം വിടുമ്പോഴത്തേക്ക് 4:50 ആയിന്. അതുകൊണ്ട് നമ്മൾ ലേറ്റ് ആയിട്ടാണ് എത്തിയത്. നമ്മൾ എയർ അറേബ്യയിലാണ് പോകുന്നത്. നമുക്ക് സൗദി ഗസീമിലേക്കാണ് പോകുന്നത്. അവിടത്തേക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ടാവില്ല, ടച്ച് ആയിട്ടാണ്. അപ്പം നമ്മൾ ഇവിടുന്ന് ഷാർജയിലേക്ക് പോകും. അവിടുന്ന് നമ്മൾ ഗസീമിലേക്കാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ 2 ഫ്ലൈറ്റ് കയറണം, എന്നാലേ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തൂ. അപ്പം ഈ ഫ്ലൈറ്റ് വിടുമ്പോൾ തന്നെ ഏകദേശം 3/4 മണിക്കൂർ ലേറ്റായി. അപ്പം നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്ക് ടൈം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ 1 മണിക്കൂർ 20 മിനിറ്റാണ് അവിടെ ശരിക്കും നിൽക്കേണ്ടത്. അപ്പം ഈ ഫ്ലൈറ്റ് ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ ആ ഫ്ലൈറ്റ് പോയിട്ടുണ്ട്. അപ്പം ഇത് പുലർച്ചയ്ക്ക് ആയതുകൊണ്ട് നമുക്ക് അധികം കാഴ്ചകളൊന്നും കാണാൻ പറ്റിയില്ല. അപ്പം നമ്മൾ ഷാർജയിൽ എത്തിയിട്ടുണ്ട്. ഷാർജയിൽ എത്തുമ്പോഴത്തേക്ക് ആ ഫ്ലൈറ്റ് പോയി. നമ്മൾ അവിടുന്ന് വിടാൻ തന്നെ ലേറ്റ് ആയതുകൊണ്ട് ഇത് ഇവിടെ എത്താനും ലേറ്റായി. അതുകൊണ്ട് ഈ ഫ്ലൈറ്റ് പോയി. ഇനി 8 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അടുത്ത ഫ്ലൈറ്റ്. അതുവരെ ഈ ഷാർജയിൽ ഇങ്ങനെ നിൽക്കണം. അപ്പം ഇത് അവരെ തെറ്റായതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡും എല്ലാം ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ലഞ്ച്. ഇത് അടിപൊളി ഫുഡാണ് അവിടുത്തത്. അപ്പം നമ്മൾ ഷാർജയിൽ നിന്ന് ഗസീമിലേക്കുള്ള ഫ്ലൈറ്റിന് പോവുകയാണ്. നീണ്ട 8 മണിക്കൂറിന് ശേഷം നമ്മൾ ഇങ്ങനെ പോവുകയാണ്. ഈ ഫ്ലൈറ്റ് 3:30ക്കാണ്. അപ്പം 3:30 ഉള്ള സമയത്ത് തന്നെ 3 മണിക്ക് തന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറ്റിയെല്ലാം ചെയ്തിന്. അങ്ങനെ നമ്മൾ ഗസീമിലെത്തിയിട്ടുണ്ട്.
അങ്ങനെ നമ്മൾ ബസ്സിൽ എയർപോർട്ടിൻ്റെ അവിടത്തേക്ക് പോയി. ഇപ്പം നമ്മുടെ റൂമിലേക്ക് പോവുകയാണ്. ഇവിടുന്ന് 10-20 മിനിറ്റേ റൂമിലേക്കുള്ളൂ. അതുകൊണ്ട് നമ്മൾ വേഗം എത്തിയാണ്. അപ്പം ഒരു ദിവസം മൊത്തം നമ്മൾ ഇവിടെയെല്ലാം താമസിച്ചു. അപ്പം ഇന്നത്തെ അടുത്തുള്ള കുറച്ച് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത കാണാം. ബൈ.